വസിഷ്ഠൻ്റെ ധർമ്മപത്നിയാണ് അരുന്ധതി ദേവി. ഹാരം മുതലായ ഭൂഷണങ്ങളെല്ലാം ആ ദേവിക്ക് ദാനം ചെയ്യാനാണ് സീതാദേവിയോട് പറയുന്നത്. വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, പശുക്കൾ, അതിരില്ലാതോളം സമ്പത്ത് ഇവയാണ് ദാനം നൽകിയത്. സ്വഭാവശുദ്ധിയുള്ളവരും കുലശീലങ്ങളാചരിക്കുന്നവരും വേദവിജ്ഞാനികളും ഗൃഹസ്ഥരുമായ ബ്രാഹ്മണർക്ക് ആണ് ദാനം നൽകിയത്. ദ്വിജന്മാർക്കെന്ന പോലെ താപസന്മാർക്കും ദാനം നൽകുന്നു. അമ്മയായ സുമിത്രാദേവിയെ ലക്ഷ്മണൻ ഏൽപ്പിക്കുന്നത് കൗസല്യാദേവിയുടെ കൈകളിലാണ്. പുത്രനെ അനുഗ്രഹിച്ച സുമിത്രാദേവി നൽകുന്ന ഉപദേശം ആ മാതൃഹൃദയത്തിൻ്റെ ധാർമ്മിക ബോധം വെളിപ്പെടുത്തുന്നു. ശ്രീരാമനെ പിതാവായും സീതാദേവിയെ അമ്മയായും അടവിയെ അയോധ്യയായും കരുതി വനവാസം തുടർന്നാൽ സർവവും ശുഭമാവുമെന്ന വിശ്വാസമാണ് നന്മ നിറഞ്ഞ ആ മാതാവിൻ്റെ ബലം. എന്നിങ്ങനെ ദേവി ചൊന്നതു കേട്ടൊരു മന്നവൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തു. എങ്കിലോ വല്ലഭേ പൂരിക വൈകാതെ സങ്കടമിന്നിതു ചൊല്ലിയുണ്ടാകേണ്ട. ദാനമരുന്ധതിക്കായ്ക്കൊണ്ടു ചെയ്കനീ ജാനകി ഹാരാദിഭൂഷണമൊക്കവേ. ഇത്തമരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോടു പൃഥ്വീസുരോത്തമന്മാരെ വരുത്തുകെന്നത്യാദരം അരുൾ ചെയ്ത നേരം ദ്വിജേന്ദ്രോത്തമന്മാരെ വരുത്തി. കുമാരനും വസ്ത്രങ്ങളാഭരണങ്ങൾ പശുക്കളും അർത്ഥമവധിയില്ലാതോളം ആദരാൽ സദ്വൃത്തരായി കുലശീലഗുണങ്ങളാൽ ഉത്തമന്മാരായി കുടുംബികളാകിയ വേദവിജ്ഞാനികളാം ദ്വിജേന്ദ്രന്മാർക്കു സാദരം ദാനങ്ങൾ ചെയ്തു ബഹുവിധം. മാതാവ് തന്നെ സേവകന്മാരായ ഭൂദേവസത്തമന്മാർക്കു കൊടുത്തിതു. പിന്നെ നിജാന്തപുരവാസികൾക്കും മറ്റന്യരാം സേവകന്മാർക്കും ബഹുവിധം ദാനങ്ങൾ ചെയ്കയാൽ ആനന്ദമഗ്നരായി മാനവനായകൻ ആശീർവചനവും ചെയ്തിതു. താപസന്മാരും ദ്വിജന്മാരും പെയ്തു പെയ്തിടുന്നിതശ്രുജലങ്ങളും. ജാനകീദേവിയും അൻപോടരുന്ധതി കാനന്ദമുൾക്കൊണ്ടു ദാനങ്ങൾ നൽകിനാൾ. ലക്ഷ്മണവീരൻ സുമിത്രയാമമ്മയെ തൽക്ഷണേ കൗസല്യ കയ്യിൽ സമർപ്പിച്ചു. വന്ദിച്ച നേരം സുമിത്രയും പുത്രനെ നന്ദിച്ചെടുത്തു സമാശേഷവും
ചെയ്തു. നന്നായി അനുഗ്രഹം ചെയ്തു തനയനു. പിന്നെയുപദേശ വാക്കുമരുൾ ചെയ്താൾ. അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും അഗ്രേ നടന്നു കൊള്ളണം പിരിയാതെ. രാമനെ നിത്യം ദശരഥനെന്നുള്ളിൽ ആമോദമോടു നിരൂപിച്ചു കൊള്ളണം. എന്നെ ജനകാത്മജ എന്നുറച്ചുകൊൾ. പിന്നെ അയോധ്യയെന്നോർത്തിടവി. മായാവിഹീനമീ വണ്ണമുറപ്പിച്ചു പോയാലും എങ്കിൽ സുഖമായി വരികതേ.